الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد. നമുക്കിനി സൂറത്തു ഹൂദിലെ 29-30 സൂക്തങ്ങളാണ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويا قوم لا أسألكم عليه مالا إن أجري إلا على الله وما أنا بطارد الذين آمنوا إنهم ملاقو ربهم ولكني أراكم قوما تجهلون. ويا قوم من ينصرني من الله إن طردتهم أفلا تذكرون. വയാ ഖൗമി, എൻ്റെ ജനങ്ങളെ, ലാ അസ്അലുക്കും, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല, അലൈഹി, അതിൻ്റെ വിഷയത്തിൽ, ഏതിൻ്റെ ഈ ദീനീ പ്രബോധനം നടത്തുന്നതിൻ്റെ മേൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല മാലൻ, മുതൽ. ഇൻ അജ്രിയ ഇല്ലാ അലല്ലാഹ്, ഇൻ അജ്രിയ, എനിക്കുള്ള പ്രതിഫലം അല്ല, ഇല്ലാ അലല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കലല്ലാതെ. വമാ അന, ഞാനല്ല, ബി ത്വാരിദില്ലദീന ആമനു, വിശ്വസിച്ചവരെ അകറ്റുന്നവൻ. ത്വറദ, ആട്ടി അകറ്റുക. ഞാൻ വിശ്വസിച്ചവരെ അകറ്റുന്നവനല്ല. ഇന്നഹും, തീർച്ചയായും അവർ, മുലാഖൂ റബ്ബിഹിം, അവർ അവരുടെ റബ്ബിനെ കണ്ടുമുട്ടുന്നവരാണ്. വലാകിന്നി, എന്നാൽ ഞാൻ, അറാക്കും, നിങ്ങളെ കാണുന്നു, ഖൗമൻ തജ്ഹലൂൻ, വിവരക്കേട് കാണിക്കുന്ന ആളുകളായിട്ട്. ജഹാലത്ത്, അജ്ഞത, വിവരദോഷം, അന്ധക്കേട് എന്നൊക്കെ പറയും. ജഹാലത്ത്, അങ്ങനത്തെ ആൾക്കാരായിട്ടാണ് നിങ്ങളെ ഞാൻ കാണുന്നത്. വയാ ഖൗമി, എൻ്റെ ജനങ്ങളെ, മൻ യൻസുറുനി മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്ന് എന്നെ ആര് രക്ഷിക്കും? ഇൻ ത്വറത്തുഹും, ഞാൻ അവരെ അവഗണിച്ച് അകറ്റിയാൽ. അഫലാ തദക്കറൂൻ, നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, അല്ലെങ്കിൽ നിങ്ങൾ ഉൾക്കൊള്ളുന്നില്ലേ? ഒന്നുകൂടെ അർത്ഥം പറയാം. വയാ ഖൗമി, എൻ്റെ ജനങ്ങളെ, ഖൗമീന, എൻ്റെ എന്നുള്ളതിന് ആ യാവിനെ കളഞ്ഞിട്ട് ഉച്ചാരണത്തിന് വേണ്ടിയിട്ട്, വയാ ഖൗമി, എൻ്റെ ജനങ്ങളെ, ലാ അസ്അലുക്കും അലൈഹി മാലൻ, അതിനു വേണ്ടി ഞാൻ നിങ്ങളോട് പണമൊന്നും ചോദിക്കുന്നില്ല. ഞാൻ എന്തെങ്കിലും കാശ് വാങ്ങിയിട്ട് നിങ്ങൾക്ക് ദീനീ പ്രബോധനം നടത്തുക എന്നുള്ളതല്ല ഏറ്റെടുത്തിരിക്കുന്നത്. ഇൻ അജ്രിയ ഇല്ലാ അലല്ലാഹ്, അള്ളാഹു അല്ലാതെ, അള്ളാഹുവിൻ്റെ അടുക്കലല്ലാതെ എനിക്ക് പ്രതിഫലമില്ല. വമാ അന ബി ത്വാരിദില്ലദീന ആമനു, ഞാൻ വിശ്വസിച്ചവരെ അവഗണിക്കുന്നവനോ ആട്ടുന്നവനോ അല്ല. ഇന്നഹും മുലാഖൂ റബ്ബിഹിം, അവർ അവരുടെ റബ്ബിനെ കണ്ടുമുട്ടുന്നവരാണ്. വലാകിന്നി അറാക്കും ഖൗമൻ തജ്ഹലൂൻ, എന്നാൽ നിങ്ങൾ ഈ വിവരക്കേട് കാണിക്കുന്ന ആളുകളായിട്ടാണ് ഞാൻ നിങ്ങളെ കാണുന്നത്. വയാ ഖൗമി മൻ യൻസുറുനി മിനല്ലാഹ്, എൻ്റെ ജനങ്ങളെ, എന്നെ ആര് സഹായിക്കും, അല്ലെങ്കിൽ എന്നെ ആര് രക്ഷപ്പെടുത്തും? മിനല്ലാഹി, അള്ളാഹുവിൽ നിന്ന്. ഇൻ ത്വറത്തുഹും, ഞാൻ അവരെ അകറ്റി നിർത്തിയാൽ. അഫലാ തദക്കറൂൻ, നിങ്ങൾ ഉൾക്കൊള്ളുന്നില്ലേ, അല്ലെങ്കിൽ മനസ്സിലാക്കുന്നില്ലേ, ചിന്തിക്കുന്നില്ലേ? സാധാരണഗതിയിൽ പ്രവാചകന്മാരുടെ കൂടെ ഉണ്ടാകുക സാധാരണക്കാരായ ആൾക്കാരാണ്. സമൂഹത്തിലെ ഉന്നതന്മാർ പ്രവാചകന്മാരുടെ അധ്യാപനങ്ങൾ സ്വീകരിക്കാൻ പലപ്പോഴും മടിച്ചു നിന്നിട്ടേ ഉള്ളൂ. എന്താ അതിൻ്റെ കാരണം? ഉന്നതന്മാർക്ക് നഷ്ടപ്പെടാൻ പലതും ഉണ്ടാവും. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒന്നും നഷ്ടപ്പെടാനില്ല. അവരല്ലെങ്കിലും ഉന്നതന്മാരുടെയും സമ്പന്നരുടെയും അടിമകളായി ജീവിക്കുന്നവരാണ്, സമൂഹത്തിലെ അധസ്ഥിതരാണ്.
അപ്പം അവർ പ്രവാചകന്മാരെ കൂടെ കൂടുന്നത്, പ്രവാചകന്മാരെ വേഗത്തിൽ അംഗീകരിക്കുന്നത് ഒന്ന് പ്രവാചകൻ്റെ സന്ദേശം ഉൾക്കൊള്ളുന്നത് കൊണ്ടും, രണ്ട് ഈ വരേണ്യവർഗത്തിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷ കിട്ടുന്നതിനും വേണ്ടിയാണ്. എന്നിട്ട് അവരൊരു സമൂഹമായി വളർന്നു വരിക. അപ്പോൾ വരേണ്യവർഗം എന്താ പറയുക, നിൻ്റെ കൂടെ കൂടിയിരിക്കുന്നത് ആരാണ്? ഞങ്ങളുടെ അടിമകളും ഞങ്ങളുടെ പണിക്കാരും കുറേ തൊഴിലാളികളും കുറേ സാധാരണക്കാരും. ഏതെങ്കിലും ഒരു പ്രമാണി നിൻ്റെ കൂടെ ഉണ്ടോ? നിനക്ക് പ്രമാണിത്വമുണ്ട്. ഇങ്ങനെയൊക്കെയാണല്ലോ അവർ വാദിച്ചിരുന്നത്. എന്നിട്ട് അവരെ അകറ്റിയാൽ ഞാൻ വരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും പറഞ്ഞിട്ടുണ്ടല്ലോ. നിൻ്റെ കൂടെയുള്ള, എത്രത്തോളം പറഞ്ഞു, നിൻ്റെ കൂടെ വരുന്ന ഖബാബ് തുടങ്ങിയ പാവപ്പെട്ടവരെ ഉള്ള സന്ദർഭത്തിൽ ഞങ്ങൾ നിൻ്റെ കൂടെ ഇരിക്കൂല, അവരെ മാറ്റി നിർത്തി ഞങ്ങൾക്ക് വേറൊരു സദസ്സ്, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വരാം. ഓല കൂടെ ഇരിക്കാൻ കഴിയില്ല. ബിലാലും ഖബാബും ഖുബൈബ് റളിയല്ലാഹു അൻഹു വളരെ പാവങ്ങളായ സാധുക്കളെ, സുഹൈബ് റൂമി പോലെയുള്ള, ആദ്യത്തിലൊക്കെ അദ്ദേഹം വളരെ സാധുവായിരുന്നു. അവർ കൂടെ വന്ന് ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റില്ല, അവരില്ലാത്ത സമയത്ത് ഞങ്ങൾക്ക് വേറൊരു സദസ്സ്, ഇങ്ങനെയൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്കറിയാം, അങ്ങനെ പ്രവാചകൻ ഈ സാധുക്കളായ ആളുകളെ അവഗണിക്കുന്നവനല്ല, തീരെ അവഗണിക്കുന്നവൻ. പ്രവാചകന്മാരാരും അവഗണിക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ആ വിഷയത്തിൽ ചെറിയൊരു പാകപ്പഴിവ് വന്നപ്പോൾ അള്ളാഹ് സൂറത്തു അബ്ബസ് അല്ലേ, നമുക്കറിയാമല്ലോ, ചെറിയൊരു സംഭവിക്കാൻ പാടില്ലാത്തതാണെന്നാണ് പറഞ്ഞത് അള്ളാഹ്. അങ്ങനെ പാവപ്പെട്ടവരെ അവഗണിക്കാൻ പാടില്ല. നമ്മൾ മനസ്സിലാക്കണം പണമില്ലാത്തതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ അംഗവൈകല്യമുള്ളതിൻ്റെ പേരിൽ, കാണാൻ ഭംഗിയില്ലാത്തതിൻ്റെ പേരിൽ, വെളുപ്പ് നിറമില്ലാത്തതിൻ്റെ പേരിൽ, സമ്പത്തില്ലാത്തതിൻ്റെ പേരിൽ ഇങ്ങനെയൊക്കെ അവഗണിക്കുന്ന ആൾക്കാരുണ്ട്. കാണാൻ ചൊറുക്കില്ലെങ്കിൽ നാട്ടിൽ നിന്നൊക്കെ വലിയ ലോകിക്കാർ, അങ്ങാടിയിൽ നിന്ന് കണ്ടാൽ മുണ്ടൂല. എന്താ, ഇയാളൊരു നാടൻ കള്ളി തുണി എടുത്ത് കണ്ട് ഒരു നാടൻ കുപ്പായിട്ട് തോളിലൊരു തോർത്തുകൊണ്ട് ഇട്ട് കണ്ടാൽ നടക്കുന്നത്. അത് എൻ്റെ സ്റ്റൈലിന്. പക്ഷേ ഞാൻ നല്ല പാൻറ്റൊക്കെ ഇട്ട് ദസ്തിരിട്ട ചുളിയാത്ത ഷർട്ടും ഇൻസൈഡ്, അങ്ങനെ ഉണ്ടാവും ചില ആൾക്കാർ. വലിയ സ്റ്റൈലിൽ നടക്കുന്ന ആൾക്കാർ അങ്ങാടിയിൽ നിന്ന് കണ്ടാൽ അറിയില്ല. അങ്ങനെയുണ്ട്. നാട്ടിൽ നിന്ന് ലോകം ഉണ്ടാവും. ഇങ്ങനത്തെ ചില അനുഭവം ഒറ്റപ്പെട്ടെങ്കിലും നമുക്ക് ആർക്കെങ്കിലുമൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ അങ്ങനെയുണ്ട് ആൾക്കാർ. അത് യാഥാർത്ഥ്യമാണ്. അതുപോലെ പണമില്ലെങ്കിൽ കുടുംബക്കാർ ചിലപ്പോൾ അവഗണിക്കും, കണ്ടാൽ മാറി നടക്കും. അപ്പം ഇതൊക്കെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ദീൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ തഖ്വൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഉള്ളൂ മനുഷ്യന് സ്ഥാനമാനങ്ങൾ. ഖുർആൻ തന്നെ പറഞ്ഞത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അതാണ് ഇവിടെയും പറഞ്ഞത്. വയാ ഖൗമി ലാ അസ്അലുക്കും അലൈഹി മാലൻ. ഇത് നമ്മൾ സൂറത്ത് അൻആമിൽ 52-ാമത്തെ ആയത്ത് പഠിച്ചിട്ടുണ്ട്. സൂറത്ത് യാസീനിൽ വന്നിട്ടുണ്ട്, സൂറത്ത് ശുഅറായിൽ വന്നിട്ടുണ്ട്. ഇത് പാവപ്പെട്ടവരെ അവഗണിക്കരുത് എന്നുള്ളതാണ് അൻആമിൽ. വലാ തത്റുദില്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാത്തി വൽ അശീയി യുരീദൂന വജ്ഹഹു. താങ്കളുടെ കൂടെയുള്ള അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നവരെ താങ്കൾ അകറ്റരുത്, അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും പറഞ്ഞു വയാ ഖൗമില, ഒന്നാമത് പറഞ്ഞില്ല അസ്അലുക്കും അലൈഹിം, ഞാൻ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഭൗതികമായ നേട്ടം ഉദ്ദേശിക്കണില്ല. സൂറത്ത് ശുഅറായിൽ 5ഓളം സ്ഥലത്തത് പറഞ്ഞിട്ടുണ്ട്. പ്രവാചകന്മാരുടെ ദൗത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പണിയെടുക്കുന്ന ഇസ്ലാമിക ദീനീ പ്രവർത്തകരോ അതിനു വേണ്ടി ദുന്യാവിലൊന്നും കൊതിച്ചൂടാ, ദുന്യാവിൽ ഒന്നും വാങ്ങാൻ പാടില്ല. യഥാർത്ഥത്തിൽ ദീനീ പ്രവർത്തനം നടത്തേണ്ടത് സ്വന്തം മുതലുകൊണ്ടും സ്വന്തം തടി കൊണ്ടും. അതാണ് ഇത്. യാസീനിൽ നമ്മൾ യാസീനിൽ അതില്ലേ, ഇതെന്താ പിന്നെ വളരിബ് ലഹും മസലൻ അസ്ഹാബൽ ഖറി, അതിൻ്റെ അവസാനത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇത്തബിഉ മല്ലാ യസ്അലുക്കും അജ്റൻ വഹും മുഹ്തദൂൻ. നിങ്ങളോട് കൂലിയൊന്നും ചോദിക്കാത്തവരെ പിന്തുടരുക, അവരോ സന്മാർഗികളുമാണ്. 2 യോഗ്യത വേണം. ഒന്ന്, അതിനോട് ഭൗതിക നേട്ടം, പണമോ സ്ഥാനമാനങ്ങളോ ജോലിയോ ഒന്നും പ്രതീക്ഷിച്ചുകൂടാ. 2, പറയാനുള്ള ആൾക്കാർ അതിനുള്ള അർഹതയുള്ളവരാവണം. മുഹ്തദാവണം, സ്വയം നന്നാവണം, എന്നാലേ മറ്റുള്ളവരോട് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ വയാ ഖൗമി ലാ അസ്അലുക്കും അലൈഹി മാലൻ, നിങ്ങളോട് ഞാൻ അതിൻ്റെ മേൽ, ഏതിൻ്റെ മേലാണത്? ദീനീ പ്രബോധനം നടത്തുന്നതിന്, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ സന്ദേശം നൽകുന്നതിന് കൂലിയൊന്നും പ്രതിഫലമൊന്നും സമ്പത്തൊന്നും ചോദിക്കുന്നില്ല. ഇൻ അജ്രിയ ഇല്ലാ അലല്ലാഹ്,
എനിക്ക് സമ്പത്ത് നൽകുക അള്ളാഹുവാണ്, അല്ലെങ്കിൽ എനിക്ക് കൂലി തരിക അള്ളാഹു മാത്രമാണ്, എൻ്റെ കൂലി അള്ളാഹുവിൻ്റെ മേലല്ലാതെ ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളിൽ നിന്നൊന്ന്. അതിപ്പോൾ നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു വിഷയമാണ്. ദീനീ സേവന രംഗത്ത് പ്രവർത്തിക്കുന്നവർ അതിന് കാശ് വാങ്ങാൻ പാടില്ല. സൗകര്യമില്ലാത്ത ആൾക്കാരോ അവർക്ക് വേണ്ടി വരും. ഒരു ഖത്തീബ് വന്നു, അയാൾക്ക് ഒരു 1.25 ലക്ഷം ശമ്പളമുണ്ട്, പ്രൊഫസറാണ്. ഉണ്ടാവില്ലേ? പ്രൊഫസർമാർക്കൊക്കെ ഇപ്പോഴത്തെ കാലത്ത് ഉണ്ടാവില്ലേ? ഉണ്ടാവും. അയാൾക്കും വേണം എന്ത് ഖുത്ബ പറഞ്ഞാൽ 2000 റുപ്യ കൂലി കൊടുക്കുക. ഒരു കൂലിപ്പണിയാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ അദ്ദേഹം ചെയ്യുന്നതാണ്, എനിക്ക് സംസാരിക്കാനുള്ള കഴിവുണ്ട്, ദീനീ വിജ്ഞാനമുണ്ട്, ജീവിക്കാൻ നല്ലൊരു വഴിയും തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാനതിന് പൈസ വാങ്ങൂല എന്ന് വെക്കുക വേണ്ടത് അല്ലേ? യഥാർത്ഥത്തിൽ അങ്ങനെയാണ് വേണ്ടത്. എന്നാൽ നല്ല കഴിവുണ്ട്, ജീവിക്കാൻ വേറെ വഴിയൊന്നുമില്ല, ആരോഗ്യമല്ല, പ്രസവിക്കാനൊക്കെ വയ്ക്കും, അയാൾക്ക് നമ്മൾ കൊടുക്കണം, അയാൾക്കെന്താ വേറെ മാർഗമൊന്നുമില്ല. ഇത് നമ്മളെ ആൾക്കാർ ഉൾക്കൊള്ളുന്നില്ല, നമ്മളെ ആൾക്കാരൊന്നും മനസ്സിലാക്കണില്ല. ശരിക്കും പള്ളിയിൽ വരുന്ന ആൾക്കാരൊക്കെ സാധുക്കളേക്കാരം, ഓല വരിസംഖ്യ കൊടുത്തിട്ട് വേണം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ ഉൾക്കൊള്ളേണ്ട വിഷയങ്ങളെ ഞാൻ ആരെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടൊന്നുമല്ല, നമ്മൾ സ്വയം മനസ്സിലാക്കിയെടുക്കണം. ഇങ്ങനെ 50,000 വയറിലറിയാൻ പ്രതിഫലം വാങ്ങുന്ന ആൾക്കാരില്ലേ, 50,000. അപ്പോൾ അതൊന്നൊക്കെ പോയിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഇന്നജിരിയ ഇല്ല, ഇതിനൊക്കെ കൂലി വാങ്ങേണ്ടത് അള്ളാഹുവിൽ നിന്നാണ്, അല്ലെങ്കിൽ അള്ളാഹുവാണ് നൽകേണ്ടത്. വമാ അന ഞാനല്ല ബി ത്വാരിദില്ലദിനാമനു മൂമിനീങ്ങളെ അകറ്റൂല. നൂഹ് നബി അലൈഹി സ്വലാം പറയുക, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും പറയാൻ സൂറത്ത് അൽ കൗഫിൽ അല്ലാഹു തആല സൂചിപ്പിച്ചിട്ടുണ്ട്, സൂറത്ത് അൻആമിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ദുർബലരുടെ കൂടെയാണ് നിൽക്കേണ്ടത്. ദുർബലരുടെ കൂടെ നിൽക്കേണ്ടതിന് പകരം ഉന്നതന്മാരെ ഒന്ന് കൊതിച്ചു പോയതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു തആല അബസ വതവല്ല എന്ന സൂറ അവതരിപ്പിക്കുന്നതിലൂടെ ആക്ഷേപിച്ചത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ ശേഷം നോക്കി നിങ്ങൾ അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹുവിനെ കണ്ടാൽ പിന്നെ വല്ലാത്തൊരു സ്നേഹം. എന്നിട്ട് പറയും ചെയ്യും, മർഹബൻ ബിമൻ ആതബനി ഫീഹി റബ്ബി, എൻ്റെ റബ്ബ് എന്നെ ആക്ഷേപിക്കുന്നതിന് കാരണക്കാരനായവന് സ്വാഗതം. അങ്ങനെ സ്വീകരിക്കുക. പിന്നെ എന്തൊരു സ്നേഹമായിരുന്നു എന്നാ പിൽക്കാലത്ത് ആരോട്? അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂം. ഒരേട്ടം പറ്റിയൊരു അബദ്ധം. നമ്മളൊക്കെ ആണെങ്കിൽ പറയും എന്താ, ഇന്ന ചീത്ത അറിയാൻ കാരണമായവനാ, ഇന്ന ചീത്ത അറിയാൻ കാരണക്കാരനാണിവൻ അല്ലേ? നമ്മൾ അങ്ങനെയല്ലേ മനസ്സിലാക്കുക. ഇന്ന മേലുദ്യോഗസ്ഥൻ ചീത്ത പറയാൻ കാരണക്കാരൻ ഇവനാണ്, നമുക്ക് അവനോട് വെറുപ്പുണ്ടാവുക. അള്ളാഹുവിൻ്റെ ആക്ഷേപത്തിന് വിധേയനാവാൻ കാരണം അബ്ദുല്ലാഹി യഥാർത്ഥത്തിൽ അങ്ങനെ ചെറിയൊരു പാളിച്ചയാണ് സംഭവിച്ചത്. പിന്നെ അദ്ദേഹത്തിന് അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂമിനോട് വളരെ സ്നേഹമായിരുന്നു. നമ്മളെ ആൾക്കാരുണ്ട് അങ്ങനെ കുറേ ആൾക്കാർ, പാവപ്പെട്ടവരെ അവഗണിക്കുന്ന, കാണാൻ ഭംഗിയില്ലാത്തവരെ അവഗണിക്കുന്ന, അംഗവൈകല്യമുള്ളവരോട് താല്പര്യമില്ലാത്ത, പണക്കൊഴുപ്പിനോട് മാത്രം ഇഷ്ടമുള്ള, അങ്ങനെ. ഇതൊന്നും ശരിക്കും മുഅ്മിന് മുസ്ലിമിന് യോജിച്ച സ്വഭാവമല്ല. അതുകൊണ്ട് നമ്മളെപ്പോഴും ദുർബലരുടെ കൂടെ ചേർന്ന് നിൽക്കണം. ആളുകൾക്ക് അങ്ങനെ ഒരു സ്വഭാവമാണ്. ഞാൻ പെരുമ്പലത്തേരനാണെന്ന് പറഞ്ഞാൽ അപ്പോൾ അവിടുത്തെ ഇന്ന ആളില്ലേ, ആര് വലിയ മുതലാളി, അയാൾ നമ്മളെ അടുത്ത ആളറിയും, എന്നാൽ ഇവിടുത്തെ സാധുവിനെ അറിയും. അങ്ങനെ കേട്ടിട്ടില്ലേ നിങ്ങൾ? ആ അത് ശരി, മന്ത്രിൻ്റെ നാട് എനിക്കറിയാം, മന്ത്രി ഞാനും വളരെ അടുത്ത, അങ്ങനെ പറയും. എന്നാൽ അവിടെ വേറൊരു സാധുവിൻ്റെ അടുത്ത കുടുംബം ഉണ്ടാവും, അത് കൊണ്ടൂല. ഇത് മനുഷ്യൻ്റെ ഒരു പ്രകൃത, ഇത് എപ്പോഴും നമ്മൾ അറിയുന്നത്. ഉന്നതന്മാരുമായി അങ്ങനെ ചില പ്രവർത്തകരുണ്ട്, ഉന്നതന്മാരുമായിട്ട് ബന്ധമുള്ള സാധാരണക്കാരെ അവഗണിക്കുന്ന പാർട്ടി പ്രവർത്തകന്മാരുണ്ടില്ലേ? അതുപോലെ നാട്ടിൽ പേരും നാട്ടിലാരും ഉണ്ടാവും, നാട്ടുകാരെ അവർക്ക് വലിയ, പക്ഷെ ഓലും നേതാക്കന്മാരൊക്കെ ആയിട്ടും വലിയ അടുപ്പം. അങ്ങനെ എല്ലാ സംഘടനകളിലുണ്ട്. ദീനീ സേവന സംരംഭത്തിൽ വരെ, അധികം രാഷ്ട്രീയത്തിലാണ് ഇങ്ങനെ നമ്മൾ കാണൽ. നാട്ടിലുള്ള പാവപ്പെട്ടവരെ, നാട്ടിലുള്ള പാർട്ടിക്ക് വേണ്ടി വേർപ്പ് ഒഴുക്കുന്നവരെ ഒന്നും ഒരു പരിഗണിക്കൂല, അറിയില്ല, കാണൂല. എന്നാലോ നേതാക്കന്മാർ വണ്ടി വന്ന പോലെ കാറിൻ്റെ ഡോർ തുറന്ന് കൊടുക്കാനോ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാനോ, ഇതൊക്കെയാണ് ഇവിടെ സൂചിപ്പിക്കുക. നമ്മൾ മുഅ്മിനീങ്ങൾ ഒരുപാട് യോഗ്യത ഉണ്ടാവേണ്ടവരാണ്, ഉള്ള യോഗ്യത നഷ്ടപ്പെടുത്തേണ്ടവരല്ല. അങ്ങനെ കുറേ ആൾക്കാരുണ്ട് നാട്ടിൽ തന്നെ. ഉന്നതന്മാരുമായിട്ട് മാത്രം അടുപ്പം, പണക്കാരുമായിട്ട്, നാട്ടിലെ സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകരായിട്ടോ അതായിട്ട് ബന്ധമില്ല. അതും നമുക്ക് നമ്മളെ നാട്ടിലൊക്കെ ധാരാളം കാണാൻ കഴിയും, നിരീക്ഷിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അങ്ങനെയൊക്കെ ഇതാണ് ഇവിടെ അല്ലാഹു തആല നമ്മളെ ഉണർത്തുന്നത്. ഈ ഗുണമൊക്കെ നമ്മൾ ഉൾക്കൊള്ളണം. എന്ത്? പാവപ്പെട്ടവരുടെ, ദുർബലരുടെ, അടിച്ചമർത്തപ്പെട്ടവരുടെ കൂടെ നിൽക്കുക. അത് ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. വമാ അന ബി ത്വാരിദില്ലദീന ആമനു, അതുകൊണ്ട് ഞാൻ
ഈ മുഅ്മിനീങ്ങളായി എൻ്റെ കൂടെയുള്ളവരെ അകറ്റുന്നവനല്ല. തൊറത എറിഞ്ഞകറ്റി ആട്ടി അകറ്റി നോക്കി. ത്വാരിദ് അതിൻ്റെ കർത്തൃനാമമാണ് അകറ്റുന്നവൻ. വമാ അന ബിത്വാരിദില്ലദീന ആമനു, ഞാൻ മുഅ്മിനീങ്ങളായവരെ അകറ്റുന്നവനല്ല. ഇന്നഹും മുലാഖു റബ്ബിഹിം, അവരവരുടെ റബ്ബിനെ കണ്ടുമുട്ടും. അത് നിങ്ങളറിയണ്ടല്ലോ. അവരവരുടെ റബ്ബായിട്ട് ആയിക്കോളും. നിങ്ങൾക്ക് എന്തിനാ അവർക്ക് മുതലില്ലാത്തതിന് ബേജാറാവുന്നത്, അവർക്ക് ചൊർക്കില്ലാത്തതിന് ബേജാറാവുന്നത്? വലാക്കിന്നി എന്നാൽ ഞാൻ കാണുന്നത് അറാക്കും നിങ്ങളെ കൗമൻ തജ്ഹലുൻ, മഹാമണ്ടന്മാരായിട്ടാണ്, മഹാപൊട്ടന്മാരായിട്ടാണ്. അങ്ങനെയൊക്കെയുള്ള നമ്മൾ പറയുക. വിവരദോഷികളാണ്, വിവരക്കേട് കാണിക്കുന്നവരും പറയുന്നവരുമായിട്ടാണ്. നിങ്ങൾ വലിയ പണക്കാരാണ്, പ്രതാപികളാണ്, സ്ഥാനമാനങ്ങളുള്ളവരാണെന്ന് പറയേണ്ട കാര്യം, നിങ്ങൾ ജഹാലത്തിൻ്റെ വിവരക്കേടിൻ്റെ ആളുകളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വയാക്കോം, എൻ്റെ ജനങ്ങളെ, മൻ യൻസുറുനി മിനല്ലാ, എന്നെ ആര് സഹായിക്കും? മിനല്ലാ, അള്ളാഹുവിൻ്റെ പിടുത്തത്തിൽ നിന്ന്, അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന്, തുറത്തും ഞാൻ അവരെ ആട്ടിയകറ്റിയാൽ. ഇത് വളരെ ഗൗരവമുള്ള വിഷയമായിട്ട് കാണണം നമ്മൾ കേട്ടോ. അതൊരു തത്വമായിട്ട് മനസ്സിലാക്കിയാൽ പോരാ. പാവപ്പെട്ടവരോ ദുർബലരോ അവഗണിക്കപ്പെട്ടവരോ നമ്മുടെ മുന്നിൽ വന്നുപെട്ടാൽ അവരെ നിന്ദിക്കാനോ പരിഹസിക്കാനോ അവഗണിക്കാനോ പാടില്ല എന്നാ. ഒരാൾ സഹായം ചോദിച്ചു വരുമ്പോൾ കൊടുക്കണം. കൊടുക്കാതെ പരിഹസിക്കുന്നവരുണ്ട് അല്ലേ? ആ സ്ഥാനത്ത് നമ്മളാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മളാണെങ്കിലോ എല്ലാവർക്കും അല്ല ഒരേപോലെ ജീവിത വിഭവങ്ങൾ കൊടുത്തിട്ടില്ല. നമ്മളെ പോക്കറ്റ് 100-150 ഉറുപ്പ്യ ഉണ്ടാകും എപ്പോഴും. അങ്ങാടിയിൽ നിന്ന് ഒരാൾ ചായ അടിച്ചിട്ടില്ല, ഒരു 5 ഉറുപ്പ്യ തരുമോയെന്ന് ചോദിച്ചാൽ അത് കൊടുക്കാൻ മടിക്കരുത് അല്ലേ? ചോദിച്ചാൽ മടക്കരുത്. അപ്പോൾ നമ്മൾ അയാളുടെ ചേലും കോലവും കണ്ടിട്ട് അവഗണിക്കരുത്. ഇതേമാതിരി പാവപ്പെട്ടവരെ എല്ലാവരും അവഗണിക്കുന്ന ആൾക്കാരെ നമ്മൾ പരിഗണിക്കണം. ഇതൊക്കെ നമ്മൾ കാണാൻ പണ്ട് കാലത്ത് നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു. കല്യാണത്തിനൊക്കെ വന്നാൽ മൗലവിമാർക്കും ഹാജിമാർക്കും ഔത്ത് ചോറ്, അതിന് കൂട്ടാനും ഒക്കെ ഒന്ന് വേറെ, പാവപ്പെട്ടവർക്ക് പുറത്ത്. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെ നാട്ടിലടക്കം ഉണ്ടായിരുന്നു. നമ്മളൊക്കെ ചെറുപ്പത്തിലുണ്ടായിരുന്നില്ലേ? ഹാജിമാരും മൗലവിമാർക്കും മുന്നിൽ ഔത്ത് കുളിച്ച് കാടില്ല എന്തുവാക്ക ആട്ടോ. ഇതൊക്കെ ഇപ്പം മാറിയിട്ടുള്ളൂ. അപ്പോൾ പാടില്ലാത്തതാണ്. വയാ ഖൗമി മൻ യൻസുറുനി മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ ആരുണ്ട്? ഇൻ ത്വറത്തുഹു, എന്നെ രക്ഷിക്കാൻ ആരുണ്ട്? അള്ളാഹുവിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ ആരുണ്ട്? ഇൻ ത്വറത്തുഹും, ഞാൻ അവരെ അകറ്റിയാൽ. അപ്പോൾ പാവപ്പെട്ടവരെ അകറ്റുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് കാരണമാകുന്ന കുറ്റമാണ്. പാവപ്പെട്ടവരെന്ന് പറയുന്നത് ഏതൊക്കെ അടിസ്ഥാനത്തിലാണ്? ഒന്ന് പണമില്ലായ്മ, മുഖ്യം അത് തന്നെ. പിന്നെ സൗന്ദര്യമില്ലായ്മ, ആരോഗ്യമില്ലായ്മ, പൂർണ്ണതയില്ലായ്മ, അംഗവൈകല്യങ്ങൾ, കണ്ണ് കാണാതിരിക്കുക, കൈയില്ലാതിരിക്കുക, കാലില്ലാതിരിക്കുക. ഒരാളുടെ അരൻ്റെ കീഴ്പ്പെട്ടില്ലാത്ത ആൾക്കാരെയൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? ചാടി ചാടി കൈമ നടക്കണ ഓലെ കണ്ടാൽ നമ്മൾ അങ്ങാടിയിൽ നിന്ന് കണ്ടാൽ പരിഹസിക്കാൻ പാടുണ്ടോ? അവഗണിക്കാൻ പാടുണ്ടോ? അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ ഉൾക്കൊള്ളണം. അഫലാ തദക്കറൂൻ വല്ലാത്തൊരു ചോദ്യമാണ്. നിങ്ങൾ കാര്യം മനസ്സിലാക്കണില്ലേ? നിങ്ങൾ കാര്യങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്നാണ്. അതുകൂടെ അർത്ഥം ഒന്ന് അവസാനിപ്പിക്കാം. ഇത് വളരെ ഗൗരവപ്പെട്ടൊരു വിഷയമാണെന്ന് നമ്മൾ കാണണം. ആരെയും നിന്ദിക്കാനോ നിസ്സാരനാക്കാനോ പാടില്ല എന്നാണ് അല്ലാഹു തആല ഉണർത്തുന്നത്. വയാ ഖൗമി ലാ അസ്അലുകും അലൈഹി മാല, അല്ലയോ ജനങ്ങളെ, ഞാൻ നിങ്ങളോട് അതിന് പണം ചോദിക്കുന്നില്ല. ഇൻ അജ്രിയ ഇല്ലാ അലല്ലാഹ്, എൻ്റെ പ്രതിഫലം അള്ളാഹുവിൻ്റെ പക്കലല്ലാതെ ഇല്ല. വമാ അന ബിത്വാരിദില്ലദീന ആമനു, ഞാൻ മുഅ്മിനീങ്ങളെ അകറ്റുന്നവനല്ല. ഇന്നഹും മുലാഖു റബ്ബിഹിം, അവരവരുടെ റബ്ബിനെ കണ്ടുമുട്ടുന്നവരാണ്. വലാകിന്നി അറാക്കും ഖൗമൻ തജ്ഹലൂൻ, എന്നാൽ നിങ്ങളോ വിവരക്കേട് കാണിക്കുന്ന ജനങ്ങളായിട്ട് ഞാൻ കാണുന്നു. വയാ ഖൗമി മൻ യൻസുറൂനി മിനല്ലാഹി ഇൻ ത്വറത്തുഹും, അല്ലയോ ജനങ്ങളെ, ഞാൻ അവരെ അകറ്റിയാൽ എന്നെ അള്ളാഹുവിൻ്റെ പിടുത്തത്തിൽ നിന്ന്, ശിക്ഷയിൽ നിന്ന് ആര് രക്ഷിക്കും? അഫലാ തദക്കറൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന ആശയാദർശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമ്മളെ തുണക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനത വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി